എന്താണ് കപ്പാസിറ്റർ? ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിവുള്ള പാസീവ് കമ്പോണന്റുകളെയാണ് കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് രണ്ട് കണ്ടക്ടിംഗ് പ്ലേറ്റും അതിന് നടുവിലായി ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയലും ചേർന്നതാണ്. ഈ പ്ലേറ്റിൽ ഇലക്ട്രിക് വോൾട്ടേജ് കൊടുത്താൽ ആ വോൾട്ടേജ് ഈ കാണുന്ന പ്ലേറ്റുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു ഡിസ്ചാർജിംഗ് പാത്ത് കൊടുക്കുന്നത് വരെ ഈ ചാർജ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ടായിരിക്കും. ഒരു ഡിസ്ചാർജിംഗ് പാത്ത് കിട്ടിയാൽ ഉടൻ തന്നെ മുഴുവൻ ചാർജും അതുവഴി ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ഇനി കപ്പാസിറ്ററിന്റെ വർക്കിംഗ് നോക്കാം. ഇവിടെ ഞാനൊരു 1000 mF കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ എന്ന് വോൾട്ട്മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ചാർജ് ഒന്നും തന്നെ ഇല്ല. ഈ കപ്പാസിറ്ററിന് ഒരു ബാറ്ററി ഉപയോഗിച്ച് ചാർജ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഈ കപ്പാസിറ്ററിലേക്ക് ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ചാർജ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ചാർജ് കൊടുത്തു കഴിഞ്ഞു. ഇതൊരു 9 വാൾട്ട് ബാറ്ററിയാണ്. ഈ ബാറ്ററിയിലെ ടെർമിനൽസ് കപ്പാസിറ്ററിന്റെ കാലിൽ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ചാർജ് കൊടുത്തു. ഇനി ഈ ചാർജ് ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് വീണ്ടും വോൾട്ട്മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അതെ, വോൾട്ട്മീറ്ററിൽ 9 വോൾട്ട് റീഡിംഗ് കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ കൊടുത്ത ചാർജ് ആ കപ്പാസിറ്ററിൽ ചാർജ് ആയിട്ടുണ്ട്. ഇനി ഒരു LED-യും റെസിസ്റ്ററും ഉപയോഗിച്ച് ഞാൻ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഞാനൊരു ഡിസ്ചാർജിങ് പാത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ LED പ്രകാശിക്കുന്ന കാണാം, അതോടൊപ്പം അത് അണയുന്നതും കാണാം. അതായത് ആ കപ്പാസിറ്ററിലെ ചാർജ് മുഴുവനായി തന്നെ ഡിസ്ചാർജ് ആയി. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണാം. കപ്പാസിറ്റർ വളരെ വേഗം തന്നെ മുഴുവൻ ചാർജിലേക്ക് ആവുകയും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബാറ്ററിക്ക് പകരമായിട്ട് നമുക്ക് കപ്പാസിറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. ചില സൂപ്പർ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ച് ബാറ്ററി പോലെ റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററിയെ അപേക്ഷിച്ച് ഇത്തരം സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് വില കൂടിയതിനാൽ അത് മാർക്കറ്റിൽ സുലഭമായി ലഭ്യമല്ല. ഈ കപ്പാസിറ്റർ ശ്രദ്ധിച്ചാൽ ഇതിൽ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് ഈ കപ്പാസിറ്ററിന് പൊളാരിറ്റി ഉണ്ട്. അതായത് ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അതുകൊണ്ട് ഇത്തരം കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊളാരിറ്റി മാറ്റിക്കൊടുത്താൽ കപ്പാസിറ്റർ പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എല്ലാ കപ്പാസിറ്ററുകൾക്കും ഇതുപോലെ പൊളാരിറ്റി ഇല്ല. ഇതൊരു ഡിസ്ക് കപ്പാസിറ്റർ ആണ്. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തിട്ടില്ല. അതായത് ഈ കപ്പാസിറ്ററിന് പൊളാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കപ്പാസിറ്ററുകൾ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇനി കപ്പാസിറ്ററിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഫാരഡ് എന്നാണ് വിളിക്കുക. ഒരു ഫാരഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആണ്. അതുകൊണ്ട് സാധാരണയായി നമ്മൾ മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് എന്നീ ക്വാണ്ടിറ്റികളാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഹയർ വാല്യൂവിനെ ചെറുതാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഫാരഡ് എന്ന് പറയുന്നത് 10⁻6 മൈക്രോ ഫാരഡ്സ് ആണ്. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 ഫാരഡ് ആണ് ഒരു മൈക്രോ ഫാരഡ്. അതുപോലെ പൈക്കോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻12 ഫാരഡ്സ് ആണ്. അതായത് അത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ ഇത്തരം ക്വാണ്ടിറ്റികളാണ് സാധാരണയായിട്ട് നമ്മൾ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കപ്പാസിറ്ററിൽ നോക്കിയാൽ കാണാം, അതിൽ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1000 mF. 1000 കണ്ടോ, മ്യൂ എന്ന് പറയുന്ന മൈക്രോയുടെ സിഗ്നൽ ആണ് കേട്ടോ. അപ്പോൾ അതിൽ 1000 mF എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന കപ്പാസിറ്ററിന്റെ വാല്യൂ. അതുപോലെ തന്നെ ആ കപ്പാസിറ്ററിന് വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടായിരിക്കും. അതായത് ഈ കപ്പാസിറ്ററിന് താങ്ങാൻ കഴിയുന്ന മാക്സിമം വോൾട്ടേജും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വോൾട്ടേജിനകത്ത് വരുന്ന സർക്യൂട്ടുകളിലായിരിക്കും നമ്മൾ ഇത്തരം കപ്പാസിറ്ററുകൾ ഉപയോഗിക്കേണ്ടത്. കപ്പാസിറ്റർ സാധാരണയായി ഉപയോഗിക്കുന്നത് ഫിൽട്ടർ സർക്യൂട്ടുകളിലാണ്. അതായത് ഒരു ഡിസ്ട്രോഷൻ ഉള്ള സിഗ്നൽ സ്മൂത്ത് ആക്കാൻ സാധാരണയായി കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ AC-യെ DC ആക്കാനും കപ്പാസിറ്ററുകൾ റെക്ടിഫയർ സർക്യൂട്ടുകളിൽ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കപ്പാസിറ്റർ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെല്ലാം സാധാരണയായി കാണുന്ന ഫാനിൻ്റെ മോട്ടർ, അതായത് നമ്മുടെ സിംഗിൾ ഫേസ് മോട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. കപ്പാസിറ്ററുകളെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കപ്പാസിറ്ററുകളെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.